ഇത്രയും ഗൗരവമായ ഒരു വിഷയമുണ്ടായിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല. ഇത് കേരളത്തിലെ ജനങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഹൃദയത്തെ വേദനിപ്പിച്ച സംഭവമാണിത്. അവിടെയുള്ള ദ്വാരപാലക ശില്പങ്ങളടക്കം അടിച്ചുകൊണ്ട് പോയിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇത്രയും വലിയ തോതിലുള്ള ഒരു കള്ളക്കച്ചവടം നടന്നിട്ട് എന്തുകൊണ്ട് ഗവൺമെൻറ് പ്രതികരിക്കുന്നില്ല? ഞങ്ങൾ ആവശ്യപ്പെടുന്ന മന്ത്രി രാജിവെക്കണം. കാരണം മന്ത്രി ആ സ്ഥാനത്തിരുന്നാൽ ഈ അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് പോകില്ല. കോടതി നിയോഗിച്ച ആളാണെങ്കിൽ പോലും സർവീസിലുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നത്. സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർ മന്ത്രി ഇരിക്കുമ്പോൾ നിഷ്പക്ഷവും നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കില്ല എന്നുള്ള ഭയപ്പാട് ജനങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. അതുകൊണ്ടാണ് മന്ത്രി രാജിവെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഇത് കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഒരു സംഭവമാണ്. കഴിഞ്ഞ 2 ദിവസമായി പ്രതിപക്ഷം നിയമസഭയിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇന്നലെ ദേവസ്വം മന്ത്രി പറഞ്ഞു, ഈ ദ്വാരപാലക ശില്പം ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ ആരെങ്കിലും കൂടെ വേണമായിരുന്നു, എന്തുകൊണ്ട് കൂടെ ആളിനെ വിട്ടില്ല? അപ്പോൾ ഇത് ദേവസ്വം ബോർഡ് മാത്രമല്ല, മന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു കള്ളക്കളിയാണ്. ഇതിൽ കോടികളുടെ വെട്ടിപ്പുണ്ടായിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയതാണിത്. ശബരിമലയിലെ സ്വർണ്ണാഭരണം എന്നതിനപ്പുറം ഭക്തജനങ്ങളുടെ വികാരം കൂടി നോക്കുമ്പോൾ ഇതിന് വില എത്രയെന്ന് പറയാൻ കഴിയാത്ത നിലയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ട് ഇതിന് ഒരു പരിഹാരമുണ്ടാകണം. മന്ത്രി രാജിവെക്കണം. ദേവസ്വം ബോർഡിനെ ഹൈക്കോടതിക്ക് പിരിച്ചുവിടാം. കേരള ദേവസ്വം ബോർഡിന്റെ ആക്ട് അനുസരിച്ച് ഹൈക്കോടതിക്ക് പിരിച്ചുവിടാം. ഹൈക്കോടതി ഇടപെട്ട് ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുക കൂടി ചെയ്താൽ മാത്രമേ ഭക്തജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും നീതി ലഭിക്കുകയുള്ളൂ. ഈ കള്ളക്കളി സർക്കാർ അവസാനിപ്പിക്കണം. ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. വിശ്വാസ സമൂഹത്തെയും ഭക്തജനങ്ങളെയും മുഴുവൻ വഞ്ചിച്ചുകൊണ്ടും ശബരിമല ഭക്തരെ മുഴുവൻ അപമാനിച്ചുകൊണ്ടും കേരളത്തിന് ഒരിക്കലും താങ്ങാനാവാത്ത വിധത്തിലുള്ള വലിയ ഒരു തെറ്റിലേക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു പറ്റം കള്ളന്മാർ ഇത്രയും വലിയൊരു കൊള്ള നടത്തിയിട്ട് വിഗ്രഹം അടിച്ചു മാറ്റുന്ന ഉൾപ്പെടെ നടന്ന ശേഷം അതിനെല്ലാം സംരക്ഷണം കൊടുത്തുകൊണ്ട് നമ്മുടെ LDF ഗവൺമെൻറ് കേരളത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനം എടുത്തിരിക്കുകയാണ്. ഇതിലൂടെ ഇതിന് ആധാരമായ മുഴുവൻ കാര്യങ്ങളും പുറത്തു വരണം. വിശ്വാസ സമൂഹത്തിൻ്റെ പക്ഷത്ത് ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ പ്രതിഷേധം. ഇടതുപക്ഷ സർക്കാർ തെറ്റായ സമീപനം തിരുത്തുവാനും ഈ പൊതുവികാരത്തെ മാനിക്കുവാനും തയ്യാറാകണം. അതിന് തയ്യാറാകുന്നതുവരെ UDF ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. ഇവിടെ കൂടുതൽ പറയുന്നില്ല. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെയാണ് വിഷയം. വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ഈ രാജ്യത്തെ വാർത്താമാധ്യമങ്ങളും എന്ന് വേണ്ട നാഷണൽ മീഡിയ അടക്കം എല്ലാവരും ഇപ്പോൾ വലിയ ശക്തമായ തരത്തിൽ ഉറ്റുനോക്കുന്ന ഒരു സംഭവം. ജനങ്ങൾ, ഇന്ത്യയിലെ അയ്യപ്പ ഭക്തർ മുഴുവൻ അങ്ങേയറ്റം സങ്കടത്തിലാക്കിയ ഒരു വിഷയം. അമൂല്യമായ സ്വർണ്ണപ്പാളി ശില്പങ്ങൾ, അതിൻ്റെ വില മതിക്കാൻ കഴിയില്ല. അത് എത്ര കോടികൾക്ക് വിൽക്കാൻ കഴിയും എന്ന് ഇപ്പോൾ ആർക്കും നിശ്ചയമില്ല. അങ്ങനെയുള്ള അമൂല്യമായ വിലയുള്ള ഭക്തർ വലിയ വില കൽപ്പിക്കുന്ന ഒരു ശില്പം, അത് കളവ് പോയി, പിന്നെ അത് വിറ്റു എന്ന് ഞങ്ങളല്ല പറയുന്നത്. കോടതി വിധിയിൽ തന്നെ അത് മുഴുവൻ അടങ്ങിയിരിക്കുന്നു. തികച്ചും ജനാധിപത്യപരമായി ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയാണ്. ഇത്തരമൊരു വിഷയം UDF ഭരിക്കുന്ന സമയത്തായിരുന്നു എങ്കിൽ ഈ നിയമസഭക്കകത്ത് എന്ത് നടക്കുമായിരുന്നു എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജനാധിപത്യപരമായി ഈ വിഷയം അവിടെ ഈ ഭക്തരുടെ അവർക്ക് നീതി കിട്ടാൻ വേണ്ടി ഞങ്ങൾ അവിടെ തികച്ചും ന്യായമായ രീതിയിൽ പ്രക്ഷോഭം നടത്തുകയാണ്. പുറത്തും അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തും. അത് ന്യായം മാത്രമാണ്.
ഇതിൽ നടന്നിരിക്കുന്നത് എന്താണ് എന്നുള്ളത് ജനങ്ങൾക്കറിയണം. യാതൊരു സംശയമില്ല. പൂർണ്ണമായി അതിൻ്റെ സത്യമായ വിവരം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയാൽ മാത്രമേ ഭക്തർ അടങ്ങുകയുള്ളൂ. അതല്ല എങ്കിൽ ഈ പ്രക്ഷോഭം ഒന്നിനൊന്ന് നീറിപ്പോകുകയല്ലാതെ അവസാനിക്കാൻ പോകുന്നില്ല. അവസാനിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം സമ്മതിക്കുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്.